അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി ക്രൂ 9 സംഘം ഭൂമിയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. നാസയുടെ നിക് ഹേഗ്, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരും റഷ്യൻ കോസ്മോനോട്ട് അലക്സാണ്ടർ ഗോർബനോവുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ പ്രയാസമുള്ള നാഴികക്കല്ലുകളാണ് നാൽവർ സംഘം പിന്നിട്ടത്. ബോയിങ്ങിന്റെ ബഹിരാകാശ പരീക്ഷണ സ്റ്റാർലൈനർ 2024 ജൂൺ 5 ISSലേക്ക് പോയപ്പോൾ 8 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തേണ്ടതായിരുന്നു ഇവരിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും. എന്നാൽ സ്റ്റാർലൈനറിന്റെ തകരാറടക്കമുള്ള കാരണങ്ങളാൽ ബഹിരാകാശ നിലയത്തിൽ ഇവർക്ക് 9 മാസത്തിലേറെയാണ് ചെലവഴിക്കേണ്ടി വന്നത്. മറ്റു മേഖലകളിലെ പല ജീവനക്കാരും സാധാരണയായി ചെയ്യുന്നതുപോലെ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ബഹിരാകാശത്ത് ദീർഘകാലം താമസിച്ചതിന് ഓവർ ടൈം സാലറി ലഭിക്കുമോ എന്നാണ് പിന്നീട് പലർക്കും ഉണ്ടായ സംശയം. റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസും ബുച്ച് വിൽമോറും US ജനറൽ പേ ഷെഡ്യൂളിലെ ഏറ്റവും ഉയർന്ന റാങ്കായ GS-15 ഉൾപ്പെടുന്നത്. GS-15 സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ജനറൽ ഷെഡ്യൂൾ ഘട്ടത്തെ ആശ്രയിച്ച് $1,25,133 മുതൽ $1,62,672 വരെ, അതായത് ഏകദേശം 1.08 കോടി മുതൽ 1.41 കോടി രൂപ വരെ അടിസ്ഥാന ശമ്പളം ലഭിക്കുന്നു. ജനറൽ ഷെഡ്യൂൾ അഥവാ GS വർഗീകരണവും ശമ്പള സംവിധാനവും പ്രൊഫഷണൽ, ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലറിക്കൽ തസ്തികകളിലുള്ള ഭൂരിഭാഗം സിവിലിയൻ വൈറ്റ് കോളർ ഫെഡറൽ ജീവനക്കാരെയും ഉൾപ്പെടുന്നതാണ്. ജനറൽ ഷെഡ്യൂളുകളിൽ 15 ഗ്രേഡുകളാണ് ഉള്ളത്. GS-1 ഏറ്റവും താഴ്ന്നത് മുതൽ GS-15 ഏറ്റവും ഉയർന്നത് എന്നിങ്ങനെയാണ് അവ. ഇതിൽ GS-15 സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടുന്നത്. ISSലെ 9 മാസത്തെ നീണ്ട കാലയളവിൽ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും ആനുപാതികമായി ലഭിച്ച ശമ്പളം $93,850 $1,22,000 ഇടയിലാണ്. അതായത് ഏകദേശം 81 ലക്ഷം രൂപ മുതൽ 1.05 കോടി രൂപ വരെ. ഇൻസിഡന്റൽ സാലറിയായി $1,148, അതായത് ഏകദേശം 1 ലക്ഷം രൂപ വരെ ചേർക്കുന്നതോടെ ദൗത്യത്തിനിടയിലെ അവരുടെ ആകെ പ്രതിഫലം $94,998 മുതൽ $1,23,152 വരെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് ഏകദേശം 82 ലക്ഷം മുതൽ 1.06 കോടി ഇന്ത്യൻ രൂപ വരും. അതേസമയം 2011 മുതൽ നാസ നടപ്പിലാക്കിയ ഇൻസിഡന്റൽ ഡെയിലി അലവൻസിൽ ഉണ്ടായേക്കാവുന്ന വർധനകൾക്ക് ഈ കണക്കുകൂട്ടൽ ബാധകമാകില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.